ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നോട്ട് എക്സ്പ്ലെയിൻ. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കുളിക്കുമ്പോൾ മോർ ക്രിയേറ്റീവായി മാറുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ആയിരിക്കും നമ്മുടെ പല മികച്ച തീരുമാനങ്ങളോ അല്ലെങ്കിൽ മികച്ച തീരുമാനങ്ങളെന്നല്ല, മികച്ച ഐഡിയാസൊക്കെ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നത്. ലൈക്ക് കുളിക്കുമ്പോഴോ ഇല്ലെങ്കിൽ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കും. നമ്മളൊരു വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പം നമ്മളത് ചെയ്യുന്നതിനെ കഴിഞ്ഞും ബെറ്ററായിട്ട്, ഇപ്പോൾ ഒരു ഐഡിയ എന്നാ ജനറേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതിനെ കഴിഞ്ഞും ബെറ്ററായിട്ട് ഐഡിയാസൊക്കെ ഫോം ആവുക കുളിക്കുമ്പോഴൊക്കെ ആയിരിക്കും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ബിക്കോസ് കുളിക്കുമ്പോൾ നമ്മൾ മോർ ക്രിയേറ്റീവ് ആകും. എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ എന്നാ പറയണ്ടേ, പുതിയ ഐഡിയാസ് ഉണ്ടാക്കാനുള്ള എബിലിറ്റിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്രിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതിന് ബ്രെയിനിൻ്റെ ഡൈവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞൊരു തിങ്കിങ്ങിലൂടെയാണ് ക്രിയേറ്റീവ് ആകുന്നത്. എന്നാ പറയണ്ടേ, ഡൈവേർജൻ തിങ്കിങ് എന്ന് വെച്ചാൽ ഡൈവേർജ് ചെയ്തു പോവുക, നമ്മുടെ തിങ്കിങ് പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് ഡൈവേർജ് ചെയ്തു പോവുക. അപ്പോഴാണ് പുതിയ പുതിയ ഐഡിയാസൊക്കെ ഉണ്ടാകുന്നത്. ഐഡിയാസ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടാകും. നമുക്കറിയുന്ന വേറെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് പുതിയൊരു കാര്യം കണക്ട് ചെയ്ത് കണക്റ്റിംഗ് തിങ്സിലൂടെയാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. അതായത് പുതിയൊരു കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ രണ്ട് കാര്യങ്ങൾ സീമിംഗ്ലി അൺറിലേറ്റഡ് ആയിട്ട് തോന്നുന്നത്, ഇല്ലെങ്കിൽ അൺസീമിംഗ്ലി റിലേറ്റഡ് എന്നും പറയാം. അതായത് എന്നാ പറയണ്ടേ, അതായത് നമുക്കത് കണ്ടാൽ തോന്നത്തില്ല അത് റിലേറ്റഡ് ആകുന്നു, ബട്ട് എന്നാ പറയണ്ടേ, രണ്ട് ഡിഫറെൻറ്റ് കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ട് പുതിയതൊന്നുണ്ടാക്കും ബ്രെയിൻ. അങ്ങനെയാണ് ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ക്രിയേറ്റിവിറ്റിക്ക് നമുക്ക് സഹായിക്കുന്ന ഒരു ബ്രെയിൻ റീജിയനാണ് DMN, അതായത് ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക്. ഈ ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്കാണ് ഇമാജിനേഷൻ, ഡേ ഡ്രീമിങ് ഇതിനൊക്കെ സഹായിക്കുന്നത്. പൊതുവേ നമ്മളിങ്ങനെ ഭയങ്കര ഒരു ഡേ ഡ്രീമിങ് ടൈപ്പ് ഓഫ് ആൾക്കാരെ കാണുമ്പോൾ പറയും, അവൻ ഒട്ടും എന്നാ പറയണ്ടേ, അവനൊട്ടും അറ്റൻഷൻ ഇല്ല, ഇല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ല, അവൻ ഭയങ്കര പ്രസൻറ്റിലല്ല ജീവിക്കുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളിങ്ങനെ ക്ലാസ്സിൽ ഡേ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറ്റം പറയും. ഡേ ഡ്രീമിങ് ചില രീതിയിൽ പ്രശ്നങ്ങളാണ്. ചില ടൈപ്പ് ഓഫ് ഡേ ഡ്രീമിങ് മാലഡാപ്റ്റീവ് ഡേ ഡ്രീമിങ് അതൊക്കെ ഒരു രോഗമാണ്, അത് ചികിത്സിക്കേണ്ടതാണ്. പക്ഷേ മാലഡാപ്റ്റീവ് ഡേ ഡ്രീമിങ് എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ഫുള്ളൊരു ഡേ ഡ്രീമിങ്ങിലോട്ട് ഇതായി പോവുക, നമുക്ക് അതിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെ വന്നാലേ അത് പേടിക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പം എന്നാ പറയണ്ട, ഐൻസ്റ്റീൻ ഭയങ്കര ഡേ ഡ്രീമറായിരുന്നു. ഒട്ടുമിക്ക ജീനിയസുകളും ഡേ ഡ്രീമേഴ്സ് ആയിരുന്നു. ഇപ്പം എലോൺ മസ്കിൻ്റെ തന്നെ, ഞാൻ കുട്ടിക്കാലത്തെ എലോൺ മസ്കിൻ്റെ ലൈഫ് സ്റ്റൈലും എന്നാ ജീവിത രീതികളും ജീവിച്ച് വന്ന സാഹചര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പം ഞാനൊരിടത്ത് കണ്ടിരുന്നു, എലോൺ മസ്ക് ഭയങ്കര എപ്പോഴും എന്നാ പറയണ്ട ആബ്സെൻറ്റ് മൈൻഡഡ്, അതുകൊണ്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടെന്നു എലോൺ മസ്കിൻ്റെ പാരൻസൊക്കെ. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് പൊതുവേ ഇങ്ങനെ ആൾക്കാർ ആബ്സെൻറ്റ് മൈൻഡഡ് ആവുന്നത് അവർ ക്രിയേറ്റീവ് ആകുമ്പോഴാണ്. അവർ എന്നാ പുതിയ പുതിയ കാര്യങ്ങളായിട്ട് അവരുടെ ബ്രെയിനിൽ ഇങ്ങനെ ഐഡിയാസ് ഇങ്ങനെ എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കലാണ്. അപ്പോഴാണ് ഈ ഡേ ഡ്രീം ചെയ്യുന്നത്. അതായത് ഈ ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് ഓണാവും. ഭയങ്കര ക്രിയേറ്റീവായ ആൾക്കാർക്കൊക്കെ ഈ ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. സോ ക്രിയേറ്റിവിറ്റി എന്നൊരു പ്രോസസ്സ് നടക്കുന്ന ഈ ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്കിൽ നമ്മൾ ഇമാജിനേഷനോ ഇല്ലെങ്കിൽ ഡേ ഡ്രീമിങ് ചെയ്യും. ആ ടൈമിൽ എന്നാ പറയണ്ടേ, പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാവും. നമ്മുടെ ഡൈവേർജൻ തിങ്കിങ്, അതായത് പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് ഡൈവേർജ് ചെയ്ത് തിങ്ക് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റി കൂടും. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് ഡൈവേർജ് ചെയ്ത് തിങ്ക് ചെയ്യും, പുതിയ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യും ബൈ കണക്റ്റിംഗ് തിങ്സ്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കും. ആ ഉണ്ടാക്കുന്ന സാധനം നമ്മുടെ എക്സിക്യൂട്ടീവ് കൺട്രോൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്കിലോട്ട് പോകും. അവിടെ വെച്ചാണ് ഇതിനെ ലോജിക്കലി അനലൈസ് ചെയ്ത് എന്നാ പറയണ്ടേ, ബെറ്റർ ഒരു ഐഡിയ ആക്കി മാറ്റുന്നത്. അല്ലാതെ ചുമ്മാ കുറേ ഐഡിയാസ് മാത്രം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അത് ജസ്റ്റ് ഒരു സ്റ്റുപ്പിഡിറ്റിയാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിനെ അനലൈസ് ചെയ്തൊരു ഗുഡ് ഐഡിയ ഫോം ചെയ്യുന്നത് ഈ എക്സിക്യൂട്ടീവ് കൺട്രോൾ നെറ്റ്വർക്ക് ECN അതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴാണ്, അതിൻ്റെ ഹെൽപ്പോടെയാണ് ഇങ്ങനൊരു സംഭവം സാധിക്കുന്നത്. അപ്പം കുളിക്കുമ്പോൾ എന്തുകൊണ്ട് ക്രിയേറ്റീവ് ആകുന്നതെന്ന് ചോദിച്ചാൽ, കുളിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് വേറെ ടാസ്ക് ഒന്നും ചെയ്യുന്നില്ല, നമ്മുടെ മൈൻഡ് ഫ്രീ ആണ്. കുളിക്കുന്നു എന്നുള്ളതൊരു ടാസ്ക്കാണ്, പക്ഷേ മൈൻഡ് മോർ ഫ്രീ ആണ്. സോ കുളിക്കുമ്പോൾ എന്നാ പറയണ്ടത്, നമുക്ക് വേറെ എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ഒന്നും കിട്ടുന്നില്ല.
സോ നമുക്ക് സ്റ്റിമുലേഷൻ കിട്ടാൻ ബ്രെയിൻ തന്നെ നമ്മളിങ്ങനെ ഐഡിയാസിലോട്ട് പോകും. ഐഡിയാസിലൂടെ ഇൻറ്റേർണൽ സ്റ്റിമുലേഷൻ നേടാൻ ശ്രമിക്കും. നമ്മുടെ ഡൈവേർജൻ തിങ്കിങ് ഇൻക്രീസ് ആവും. പുതിയ പുതിയ കാര്യങ്ങളോട്ട് ഡൈവേർജ് ചെയ്യാനുള്ള എബിലിറ്റി കൂടും. നമ്മുടെ ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് കുറച്ചുകൂടെ ഓണാവും കുളിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ മോർ ഇമാജിനേഷൻ ഡേ ഡ്രീമിങ്ങിലായിരിക്കും. അപ്പം അതുകൊണ്ടാണ് കുളിക്കുന്നൊക്കെ സമയത്ത് ഭയങ്കര ക്രിയേറ്റീവായി നമുക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം. ഇനി ഇത് കുളിക്കുമ്പോൾ മാത്രമാണോ പോസിബിൾ? നമുക്ക് എപ്പം നമ്മൾ ബോറായിരിക്കുന്ന സമയത്താണ്, അതായത് വേറെ സ്റ്റിമുലേഷൻ ഒന്നുമില്ല, വേറൊരു കാര്യത്തിൽ എൻഗേജ് ഇരിക്കാത്ത സമയത്തെല്ലാം നമുക്കിങ്ങനെ ക്രിയേറ്റീവായി മാറാം. പക്ഷെ നമ്മളിപ്പം എന്നാ പറയണ്ടേ, ഫുൾ ടൈം എൻഗേജ്ഡ് ആണോ, ഒന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ, ഇല്ലെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് എൻഗേജ്ഡ് ആണ്. സോ അതൊന്ന് മാറ്റി വെക്കാൻ ശ്രമിച്ചാൽ ക്രിയേറ്റിവിറ്റി കൂടാവുന്നതാണ്. പിന്നെ വെറുതെ ഒരു വോക്ക് ചെയ്യുക, ഇപ്പം നടക്കാൻ പോകുന്ന ക്രിയേറ്റിവിറ്റി കൂട്ടാൻ നല്ലൊരു കാര്യമാണ്. കാരണം നടക്കുമ്പോൾ 60% ക്രിയേറ്റിവിറ്റി കൂടുന്നാണ് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എനിക്കും വേറൊരു വ്യക്തിക്കും രണ്ടുപേർക്കും ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് സെയിമാണ്, അതായത് ഡൈവേർജൻ തിങ്കിങ്ങിനുള്ള എബിലിറ്റി സെയിമാണ് എന്ന് വിചാരിക്കുക. പക്ഷേ ഞാൻ കൂടുതലും നടന്നുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് വിചാരിച്ചു. വേറൊരാൾ തിങ്ക് ചെയ്യുന്നത് ഫുള്ള് ഒരു ഇമാജിനറി വേൾഡിലാണെന്ന് ചിന്തിച്ചോ. ഇപ്പം ഞാൻ ഭയങ്കര ആബ്സെൻറ്റ് മൈൻഡഡാണ്, അങ്ങനെയാണ്. മറ്റൊരാൾ അത്രയും ആബ്സെൻറ്റ് മൈൻഡഡ് അല്ല, മോർ കൺട്രോൾഡാണ്, മോർ പ്രസൻറ്റിലാണ് ജീവിക്കുന്നത്. അവർക്ക് അവരുടെ അറ്റൻഷനിൽ കൺട്രോളുണ്ട്, മോർ സിറ്റ് ചെയ്തിട്ടൊക്കെയാണ് തിങ്ക് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ രണ്ടുപേർക്കും സെയിം ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്, ഇതൊരു എക്സാമ്പിൾ പറയുന്നതാണ്, രണ്ടുപേർക്കും സെയിം ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആണെങ്കിലും എന്നാ പറയണ്ടേ, എൻ്റെ തോട്ട്സിന് മറ്റൊരാളുടെ തോട്ട്സിനെ കഴിഞ്ഞ് 1.6 ടൈംസ് ക്രിയേറ്റീവ് ആവാൻ സാധിക്കും. കാരണം നടക്കുന്ന സമയത്ത് 60% ക്രിയേറ്റിവിറ്റി കൂടുന്നതാണ്. സോ അതുകൊണ്ടാണ് നടക്കുമ്പം പലവരും ക്രിയേറ്റീവായി ഫീൽ ചെയ്യുന്നത്. സോ വെറുതെ ഒരു വോക്കിന് പോവുക, മോർണിങ്ങിനോ ഇല്ലെങ്കിൽ ഈവനിങ്ങിലോ, അതൊക്കെ നമുക്ക് ക്രിയേറ്റിവിറ്റി കൂട്ടാൻ പറ്റിയ കാര്യം. ഇല്ലെങ്കിൽ ചുമ്മാ വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കിയിരിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റിവിറ്റി കൂട്ടും. പിന്നെ വേറെ പല വഴികളുണ്ട്. ഇപ്പം നമ്മൾ ഇരിക്കുന്നതിനെ കഴിഞ്ഞും ബെറ്ററായിട്ട് ക്രിയേറ്റീവ് ആവുന്നതാണ് നമ്മൾ ഹൊറിസോണ്ടലി കിടക്കുമ്പോൾ നമ്മൾ മോർ ക്രിയേറ്റീവ് ആവുന്നതാണ്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ മോർ ക്രിയേറ്റീവ് ആവുന്നതാണ്. ഇങ്ങനെ പല പല രീതിയിലുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത് വരുന്നുള്ളൂ. ഞാൻ എങ്ങനെയൊക്കെ ക്രിയേറ്റീവ് ആവാമെന്ന് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കലുണ്ട്. എങ്ങനെ ക്രിയേറ്റീവ് ആവാമെന്നല്ല, ഏതൊക്കെ രീതിയിൽ ചെയ്യുമ്പോഴാണ് മോർ എനിക്കിപ്പം തോന്നിയൊരു കാര്യമാണ്, ഇപ്പം ഇരിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ കിടക്കുമ്പോൾ ഞാൻ ക്രിയേറ്റീവ് ആവും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെ കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കും. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയതാണ് ഈ ഒരു ഇൻഫർമേഷൻ. അതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ വേറെയും കുറേ മെത്തേഡ്സ് ഉണ്ടാവും ക്രിയേറ്റീവ് ആവാൻ. സോ അപ്പം ഇതുപോലെയുള്ള മെത്തേഡ്സൊക്കെ ട്രൈ ചെയ്താൽ നമുക്ക് മോർ ക്രിയേറ്റീവ് ആവാവുന്നതാണ്. ഇതൊക്കെ ചിലവർക്ക് നാച്ചുറലി വരും. ഇപ്പോൾ എനിക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് ജീവിതത്തിലുള്ള ഒരേ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് ഫോണൊരു അഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ ഒരു അഡിക്ഷൻ എന്ന് പറയാനുള്ളത് ഈ നടത്തം മാത്രമാണ്. വേറെ അഡിക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒക്കെ പല കാരണത്താൽ നിന്നുപോയി. അതൊക്കെ പോട്ടെ. എനിക്ക് നടക്കാൻ പറ്റത്തില്ല. എനിക്ക് ADHD ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ നടക്കാതെ എപ്പോഴും എനിക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. നടന്നില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, തന്നെ ഞാൻ എണീച്ച് നടന്നു. സോ അതിപ്പോൾ അങ്ങനെ നടക്കാത്തവരാണെങ്കിൽ തന്നെ, എനിക്ക് ADHD ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത്, ഇപ്പം ഒരു വോക്കിന് പോവുക, ഇല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ എപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കാതിരിക്കാൻ ശ്രമിക്കുക. കുറച്ച് നേരം വെറുതെ ഇരിക്കാൻ ശ്രമിക്കുക. വെറുതെ ഇരിക്കുമ്പം ക്രിയേറ്റിവിറ്റി കൂടും. നമ്മൾ പല കാര്യത്തിനായി സമയം കണ്ടെത്തുമ്പോൾ വെറുതെ ഇരിക്കാനും സമയം കണ്ടെത്താൻ ശ്രമിക്കുക. എന്ന് വെച്ച് ഫുൾ ടൈം വെറുതെ ഇരിക്കരുത്. ഫുൾ ടൈം വെറുതെ ഇരുന്നത് ആപത്തിയിലോടൊക്കെ നയിച്ചേക്കാം നമ്മളെ. എന്നാ പറയണ്ടേ, ഭയങ്കര ഡള്ളും ഭയങ്കര ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ പോകാൻ ബ്രെയിൻ ആ ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ എത്തിച്ചേരാം. സോ ഫുൾ ടൈമും വെറുതെ ഇരിക്കാനല്ല പറയുന്നത്. കുറച്ച് നേരമൊക്കെ വെറുതെ ഇന്ന് നോക്കുക, ഫോണൊക്കെ മാറ്റി വെച്ച് ഫ്രീ ആയി നടക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പം ക്രിയേറ്റിവിറ്റി കൂട്ടാവുന്നതാണ്. അപ്പം ഇതിനെക്കുറിച്ചായിരുന്നു ഇന്നത്തെ വീഡിയോ. എനിക്കറിയാം ഇന്ന് എന്തെല്ലോ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന്, എനിക്കെന്തെല്ലോ വയ്യ. എനിക്ക് ഓൾറെഡി കുറേ ചില പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ ഫുള്ളി വെല്ലല്ല. അപ്പം ഓരോ ദിവസവും വീഡിയോ ഒക്കെ ഓരോ രീതിയിലായിരിക്കും. പിന്നെ ഈ നടക്കുന്നത് എല്ലാവരും പറയുന്നുണ്ട്, ഇതെനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, സോറി, ADHD ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഓരോരുത്തിരുന്ന് മര്യാദയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇനി തുടർന്ന് എപ്പോഴും ഇങ്ങനെ വീഡിയോ ചെയ്യുമെന്ന് അറിയത്തില്ല. ഓരോ മൂഡനുസരിച്ചിരിക്കും. പിന്നെ ഓരോ സിറ്റുവേഷനിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. സിറ്റുവേഷൻ എന്ന് ഉദ്ദേശിച്ച് വേറെ പ്രോബ്ലം അങ്ങനെയുള്ളതൊന്നുമല്ല കേട്ടോ. എന്നാ പറയണ്ടേ, ഞാൻ അത്രയ്ക്ക് വെല്ലല്ല, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. സോ
അതൊന്ന് റിക്കവറായി വരുന്നുള്ളൂ. സോ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലൈക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളായിട്ട് വീഡിയോ മൂഡനുസരിച്ചൊക്കെ ഇരിക്കും. ഓരോ ദിവസം ഓരോ മൂഡിലാണല്ലോ, അപ്പം മൂഡനുസരിച്ചൊക്കെ ഇരിക്കും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഭയങ്കര ഒരു ഡൾ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. സോറി ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.